ഡിസംബർ ക്ലെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിലാണ്. ഇവിടെ ഒരു അറ്റോമിയം എന്ന് പറയുന്ന ഒരു അത്ഭുത നിർമ്മിതിയുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവും, പല വീഡിയോകളിലൊക്കെ ആയിട്ട്. 1957 നിർമ്മാണം ആരംഭിച്ച് ഒരു വർഷം കൊണ്ട് 1958 പണി പൂർത്തിയാക്കി. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇടാനുള്ള ആറ്റം ബോംബിനുള്ള ആണവോർജ്ജം ബെൽജിയത്തിൽ നിന്നാണ് നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു കേട്ടുകേൾവിയാണ്, സത്യമാണോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ആറ്റത്തിൻ്റെ രൂപത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്ത ആറ്റംസ് ഫോർ പീസ് എന്ന പ്രോഗ്രാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രൂപത്തിൽ ഇത് നിർമ്മിക്കാൻ ബെൽജിയം ഗവൺമെൻറ് തീരുമാനിച്ചത്. ആണവോർജ്ജങ്ങൾ യുദ്ധത്തിന് വേണ്ടിയല്ല, സമാധാനപരമായി മനുഷ്യരാശിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഈ സ്മാരകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 1954 ഒരു സ്മാരകം നിർമ്മിക്കാൻ ബെൽജിയം ഗവൺമെൻറ് തീരുമാനിക്കുകയും ബെൽജിയത്തിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ലോഹം കൊണ്ട് ഒരു സ്മാരകം നിർമ്മിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഇതെല്ലാം കൂടെ ആയപ്പോൾ അറ്റോമിയം എന്ന് പറയുന്ന ഒരു സ്മാരകം യാഥാർത്ഥ്യമായി. പല പ്രാവശ്യവും ഇതിലെ കൂടെ വന്നിട്ട് കയറാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര തിരക്കൊക്കെയായിരുന്നു. ഇന്ന് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറാൻ പറ്റുമോ എന്ന് നോക്കാം. ഒരു നിശ്ചിത ഇടവേളകളിൽ ബെൽജിയത്തിലെ ബ്രസൽസ് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡബിൾ ഡെക്കർ ബസ് ഈ അറ്റോമിയത്തിൻ്റെ പരിസരത്തൂടെ കടന്നു പോകുന്നു. അറ്റോമിയത്തിൻ്റെ എൻട്രി ഫീസാണ് ഈ കാണുന്നത്. 2 രീതികളിലാണ് അറ്റോമിയത്തിനകത്തോട്ടുള്ള പ്രവേശനം. ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെ, എസ്കലേറ്റർ വഴി 3 ഗോളങ്ങളിലും ലിഫ്റ്റ് വഴി 1 ഗോളത്തിലും. ആദ്യ ഗോളത്തിൽ എത്തിക്കഴിയുമ്പോൾ അറ്റോമിയത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരണങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ പടങ്ങൾ, ഗ്രാഫുകൾ എല്ലാം ഇവിടെയുണ്ട്. ടെക്നോളജികളും കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ യന്ത്രങ്ങളും ഇന്നത്തെക്കാലം കുറവായിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊരു നിർമ്മിതി ഇവിടെ നിർമ്മിച്ചെടുത്തത് എത്ര പേരുടെ കായികാധ്വാനവും ഇച്ഛാശക്തിയും കൊണ്ട് മാത്രമാണ്. അന്നത്തെ നിർമ്മാണ രീതികളും ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ അവിടെ എപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും ലോകാത്ഭുതങ്ങളുടെ കൂട്ടത്തിലേക്ക് ഈ നിർമ്മിതി ഇടം പിടിക്കാതെ പോയി. ഒമ്പത് ഗോളങ്ങളും അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂറ്റൻ പൈപ്പുകളും ആണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതിൻ്റെ നടുവിലുള്ള സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ആ പൈപ്പിലൂടെ ലിഫ്റ്റും സൈഡിൽ കൂടെ ചെരിഞ്ഞ് കാണുന്ന പൈപ്പിലൂടെ എസ്കലേറ്ററും സ്റ്റെപ്പുകളുമാണ് ഉള്ളത്. ഇതിൽ സൈഡുകളിലുള്ള 3 ഗോളങ്ങളിൽ നമുക്ക് കയറാൻ പറ്റും. ഏറ്റവും ടോപ്പിലുള്ള ഗോളത്തിലും ലിഫ്റ്റ് വഴി നമുക്ക് കയറാൻ പറ്റും. ഏറ്റവും ടോപ്പിലുള്ള ഗോളത്തിൽ ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അറ്റോമിയം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിൻ്റെ ചെറിയൊരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. താഴെയുള്ള ഒരു കോളത്തിൽ അറ്റോമിയത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരുന്നെങ്കിൽ ഇനിയുള്ള കോളങ്ങളിൽ
ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളാണ് കാണുന്നത്. ഇത് വീഡിയോ കാണുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കുമെങ്കിലും ഇത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം അവിടെ നിൽക്കുമ്പോഴുള്ള ഫീലിങ്സും ഒരു രസവും അത്ര വലുതാണ്. സൈഡിലുള്ള മറ്റൊരു ഗോളത്തിൽ നിന്നുള്ള അറ്റോമിയത്തിൻ്റെ ചുറ്റുമുള്ള പല വ്യൂകളാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഗോളത്തിൽ നിന്നും മറ്റു കുറച്ച് ഗോളങ്ങളും പിന്നെ അറ്റോമിയത്തിൻ്റെ പുറകിലുള്ള കുറച്ച് ഭാഗങ്ങളും കാണാൻ പറ്റും. അറ്റോമിയത്തിലെ കാഴ്ചകളിലെ ആദ്യത്തെ സെക്ഷൻ അവസാനിച്ചു. നമ്മളിനി ഏറ്റവും താഴേക്കാണ് ചെല്ലുന്നത്. ഏറ്റവും താഴെ നിന്നാണ് വീണ്ടും നമ്മൾ ലിഫ്റ്റിൽ കയറി ഏറ്റവും ടോപ്പിലുള്ള ഗോളത്തിലേക്ക് പോകുന്നത്. ഇതാണ് ലിഫ്റ്റ് പ്രവർത്തിക്കുന്ന സെൻറ്ററിലുള്ള ആ പൈപ്പ്.
അവിടെ കയറാനുള്ള ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ നീണ്ട ക്യൂവിற்கு ശേഷം നമ്മൾ ലിഫ്റ്റിൻ്റെ അകത്ത് കയറിപ്പറ്റി. ലിഫ്റ്റിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ചെറിയൊരു ലൈറ്റ് ഷോ. നമ്മളിപ്പോൾ ഉള്ളത് അറ്റോമിയത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഗോളത്തിലാണ്. ഇവിടെ നിന്ന് ചുറ്റുമുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യുന്നവരെ മാത്രമേ കയറ്റുള്ളൂ. കയറി ചെല്ലുന്ന എല്ലാവരെയും റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശനം അവർ അനുവദിക്കുന്നതല്ല. ഈ ടോപ്പിലുള്ള ഈ ഗോളത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബ്രസൽസിലെ അറ്റോമിക് എന്നുള്ള കാഴ്ചകളുമായി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.